നമസ്കാരം. കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ അംഗമാകുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമായിട്ട് ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് മലബാറിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമുക്കറിയാം 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനം. അതിൽ അധ്യക്ഷനായിരുന്നത് ആരെന്ന് നിങ്ങൾക്ക് അറിയാം, C. ശങ്കരൻ നായരാണ് അല്ലേ. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന മലയാളിയാണ് C. ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. എന്തിനാണ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം മലബാറുകാരനാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് എത്തിയ മലയാളി ഒരു മലബാറുകാരനാണ് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട സംഗതി, 1903 മലബാറിൽ വെച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. മലബാറിൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടില്ല. പക്ഷേ 1903 മലബാറിലെന്ന് പറയുമ്പോൾ കോഴിക്കോട് വെച്ച് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. ആ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ആര് എന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. C. വിജയരാഘവനാചാരി. C. വിജയരാഘവനാചാര്യയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം നടക്കുമ്പോൾ അതിലന്ന് അധ്യക്ഷനായിരുന്നത് C. വിജയരാഘവനാചാര്യാണ്. ഇത് അതിനൊക്കെ മുമ്പാണ്. 1903 മലബാറിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടക്കുമ്പോൾ അതിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? C. വിജയരാഘവനാചാര്യാണ്. ഈ സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. അതിനുശേഷം 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1916 എവിടെ വെച്ചാണ് നടക്കുന്നത്? പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടേതായിട്ട് 5 പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുണ്ട്. 1916 ആദ്യം അത് പാലക്കാട് നടന്നു. 1917 രണ്ടാമതായിട്ട് അത് കോഴിക്കോട് നടന്നു. 1918 മൂന്നാമതായിട്ട് അത് തലശ്ശേരിയിൽ നടന്നു. 1919 നാലാമതായിട്ട് വടകരയിൽ നടന്നു. 1920 അഞ്ചാമതായിട്ട് മഞ്ചേരിയിൽ നടന്നു. അപ്പോൾ 5 സമ്മേളനങ്ങൾ ഓർക്കുക. അതിൽ ആദ്യത്തെ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു 1916. പ്രത്യേകം ശ്രദ്ധിക്കണം, മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനമാണ് 1916 പാലക്കാട് വെച്ച് നടക്കുന്നത്. അന്ന് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു വനിതയാണ്. ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആനി ബസന്റ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. നമുക്കറിയാം ആനി ബസന്റിനെ കുറിച്ച്. നമുക്കറിയാം ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഹോം റൂൾ ലീഗിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. അവരാണ് 1916 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷയായിരുന്നത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, 1916 തന്നെയാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ബ്രാഞ്ച് മലബാറിൽ ആരംഭിക്കുന്നത്. അതും ചോദ്യമാണ്, ഹോം റൂൾ ലീഗിന്റെ മലബാറിലെ ബ്രാഞ്ച് ആദ്യമായിട്ട് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ 1916. എന്തായാലും മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയം ഭരണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യക്ക് സ്വയം ഭരണം വേണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു.
ആ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ KP കേശവ മേനോനാണ്. ആരാണ്? KP കേശവ മേനോൻ. ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കാനുണ്ട്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ കാര്യദർശിയും 916 ഹോം റൂൾ ലീഗ് മലബാറിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യദർശിയുമായിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ KP കേശവ മേനോനാണ്. അതായത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ കാര്യദർശിയും അതുപോലെ ഹോം റൂൾ ലീഗിന്റെ കാര്യദർശിയായിട്ട് ഒരേ സമയം പ്രവർത്തിച്ച ആളാണ് ആര്? KP കേശവ മേനോൻ എന്നുകൂടി ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1920 നടന്ന സമ്മേളനം. മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ആ സമ്മേളനം നടക്കുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 5ാമത്തെ സമ്മേളനമാണ്. അപ്പോൾ ഈ 5ാമത്തെ സമ്മേളനം നടക്കുന്നത് 920 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്നു. മലബാറിലും ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏത് നടക്കുന്നത്? 920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്, ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അതിലൊരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. മലബാറിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാപ്പിള കലാപങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ആ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭയങ്കരമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്ന് അന്ന് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആനി ബസന്റും അതുപോലെ ചില കോൺഗ്രസ്സുകാരും ഒക്കെ സമ്മേളനത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. അപ്പൊ ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുന്നത് 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനത്തിനെയാണ്. 907 സൂററ്റ് സമ്മേളനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാഗ്വാദമുണ്ടായി. അതിനെ തുടർന്ന് ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി അല്ലെ? അതിനെ നമ്മൾ പറയുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ്. അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് മലബാറിലെ 5ാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിലും സംഭവിക്കുന്നത്. അതായത് മഞ്ചേരി സമ്മേളനത്തിലും സംഭവിക്കുന്നത് ഒരു വിഭാഗം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അല്ലെ? അപ്പൊ അതിനെ നമ്മൾ പറയും എന്താണ്? കേരളത്തിലെ സൂററ്റ് സ്പ്ലിറ്റ്. കേരളത്തിലെ സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന മലബാർ കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി ജില്ലാ സമ്മേളനമാണ് 1920. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ഈ 1920 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നാഗ്പൂർ സമ്മേളനം നടക്കുന്നു അല്ലെ? ആ നാഗ്പൂർ സമ്മേളനം നടക്കുന്നത് C വിജയരാഘവൻ ആചാര്യയുടെ നേതൃത്വത്തിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ ആണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള സമ്മേളനമാണ് 920 നാഗ്പൂർ സമ്മേളനം അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു 1921. അതായത് KPCC രൂപീകരിക്കപ്പെട്ടു 921. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള സമ്മേളനം ഏതാണ്? 920 നാഗ്പൂർ സമ്മേളനമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു എന്നാണ് 1921. അതിന്റെ രൂപീകരണ സമ്മേളനം അല്ലെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എത്ര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണെന്ന് അറിയാമോ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ഒറ്റപ്പാലം സമ്മേളനം എന്നാ പറയണേ. 921 അല്ലെ? അതായത് 100 കൊല്ലം കഴിഞ്ഞു, ഇപ്പൊ 101 കൊല്ലമായി. അപ്പൊ 921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു. അന്ന് അതിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ T പ്രകാശമാണ്. T പ്രകാശത്തെ നിങ്ങൾ അറിയും, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആളാണ് T പ്രകാശം അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 1ാമത്തെ സമ്മേളനം അല്ലെ? കേരള പ്രദേശ് കമ്മിറ്റിയുടെ 1ാമത്തെ സമ്മേളനം വേറെ രീതിയിലും പറയും 1ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. 1ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, കോൺഗ്രസിന്റെ 1ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ ആദ്യ സമ്മേളനം, അതിന് വേദിയായത് എവിടെ എന്ന് ചോദിച്ചാലും അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ഒറ്റപ്പാലത്താണ്. 921.
അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി എന്നുള്ള വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ കാര്യദർശി എന്ന് പറയും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരാണ്. ആരാണ്? കെ മാധവൻ നായരാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി. പിന്നീട് 1925 അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റുമാവും. അതുവരെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ കാര്യദർശി സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും അത് കെ മാധവൻ നായരാണ്. കെ മാധവൻ നായർ എന്നുള്ള പേര് പറയുമ്പോൾ വേറൊരു പേരുമായിട്ട് മാറിപ്പോകരുത്. TK മാധവൻ. TK മാധവൻ എന്ന് പറയുന്നയാൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ആളാണ്. ക്ഷേത്രപ്രവേശന സമരവുമായി ബന്ധപ്പെട്ട ആളാണ്. അത് വേറെയാണ്. ഇത് കെ മാധവൻ നായർ. അപ്പൊ അത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ടാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. രണ്ടാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. ഒന്നാമത്തതാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് നടന്നത്. രണ്ടാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. അന്ന് അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഒരു വനിതയാണ്, അറിയപ്പെടുന്ന ഒരു വനിതയാണ്. ആരാണ്? സരോജിനി നായിഡു, അല്ലെ? അപ്പോൾ ഈ അധ്യക്ഷന്മാരെല്ലാം ഓർത്തു വയ്ക്കണം. ഒന്നാമത്തെ സമ്മേളനം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം KPCCയുടെ ആദ്യ സമ്മേളനം അത് ആരാണ് എന്ന് ചോദിച്ചാൽ T പ്രകാശമാണ്, അല്ലെ? അതേസമയം രണ്ടാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. KPCCയുടെ നാലാമത്തെ രാഷ്ട്രീയ സമ്മേളനം. നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1928 പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1928 ഈ സമ്മേളനം നടക്കുന്നത് കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. എവിടെയാണ്? കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഈ പറഞ്ഞ നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യം പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്ത സമ്മേളനമാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ നെഹ്റു അധ്യക്ഷനായിരുന്ന ആ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ആവശ്യം പ്രമേയ രൂപത്തിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്ത സമ്മേളനമാണ് 1928 പയ്യന്നൂർ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1929 ലാഹോർ കോൺഗ്രസ് നടക്കുന്നത്. ആ ലാഹോർ കോൺഗ്രസിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആവശ്യം ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നത്, അല്ലെ? അതിനു മുമ്പേ 1928 കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആ സമ്മേളനത്തിൽ അത് പാസാക്കിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിക്കും ഐക്യ കേരള പ്രസ്ഥാനം. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അവിടെയും പഠിക്കുന്ന ഒരു കാര്യമാണ് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം വേണം എന്നുള്ള ആവശ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രമേയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ സമ്മേളനവും ഈ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള പയ്യന്നൂർ സമ്മേളനമാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, നാലാമത്തെ സമ്മേളനം. അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്മേളനമാണ് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, അഞ്ചാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. അഞ്ചാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എപ്പോഴെന്നുള്ളത് പഠിച്ചു വെക്കണം. 1931 ആ സ്ഥലവും പ്രധാനപ്പെട്ടതാണ്. 1931 വടകര. 1931 വടകര. അന്ന് അതിന്റെ അധ്യക്ഷനായിരുന്നത് JM സെൻഗുപ്തയാണ്. ആരാണ്? JM സെൻഗുപ്ത. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഞ്ചാമത് സമ്മേളനം അല്ലെങ്കിൽ അഞ്ചാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1931 വടകരയിലാണ്. അന്ന് അതിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? JM സെൻഗുപ്ത. ആ പറഞ്ഞ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുണ്ട്. ആ സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ, കോൺഗ്രസ് കമ്മിറ്റികൾക്കിടയിൽ ക്ഷേത്രപ്രവേശനം എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു സമ്മേളനമാണ് ഏത്?
1931 വടകര സമ്മേളനം. ശരിക്കും പറഞ്ഞാൽ 1931 വടകര സമ്മേളനത്തിലെ ക്ഷേത്രപ്രവേശനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് 1931 തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വഴിമരുന്നിട്ട കോൺഗ്രസിന്റെ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനമാണ്. KPCCയുടെ 5ാമത് സമ്മേളനമാണ് 1931 വടകരയിൽ വെച്ച് നടന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കണം. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് 1903 മലബാറിൽ വെച്ച് കോൺഗ്രസിന്റെ ആദ്യത്തെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നത് C വിജയരാഘവനാചാരി അല്ലെ. പിന്നീട് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നു 1908 അല്ലെ. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷയായിരുന്നത് ആര് എന്ന് ചോദിക്കുമ്പോഴാണ് ആനി ബസന്റ് എന്ന് പറയുന്നത് അല്ലെ. ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം, അതായത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആര്? അത് KP കേശവമേനോൻ അല്ലെ. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിലെ സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരി സമ്മേളനമാണ് അല്ലെ. അതായത് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 5ാമത്തെ സമ്മേളനം 1920 സമ്മേളനം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് കാരണമായ സംഭവം 1920 നാഗ്പൂർ സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ച സമ്മേളനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ ആദ്യ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. അന്ന് അധ്യക്ഷൻ അത് T പ്രകാശമായിരുന്നു. 2ാമത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം അല്ലെങ്കിൽ 2ാമത് കോൺഗ്രസിന്റെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അത് നടന്നത് എവിടെ വെച്ചാണ്? കോഴിക്കോട് വെച്ചാണ്. അന്ന് അതിന്റെ അധ്യക്ഷനായിരുന്നത്, അധ്യക്ഷത വഹിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. 4ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂർ വെച്ചാണ് നടന്നത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം വടകരയിൽ വെച്ചാണ് നടന്നത് 1931. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ JM സെൻഗുപ്ത അല്ലെ. ഈ ഓരോ സമ്മേളനങ്ങൾക്കും എന്തെങ്കിലും പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നു അല്ലെ. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് കോൺഗ്രസിന്റെ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പത്രങ്ങൾ ആരംഭിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പത്രമാണ് 1923 ആരംഭിക്കപ്പെട്ട മാതൃഭൂമി പത്രം. അപ്പോൾ മാതൃഭൂമി പത്രം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 1923 1923 മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ KP കേശവമേനോനാണ്. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ, സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ KP കേശവ മേനോനാണ്. അത് കഴിഞ്ഞ് 1924 മറ്റൊരു പത്രം ആരംഭിക്കുന്നു, അൽ അമീൻ. ഏതാണ്? അൽ അമീൻ. അൽ അമീൻ പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് 1924 അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ആണ്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ അദ്ദേഹമാണ് ഏത് സ്ഥാപിക്കുന്നത്? 1924 അൽ അമീൻ സ്ഥാപിക്കുന്നത് അല്ലെ. മാറിപ്പോവരുത്. അൽ ഇസ്ലാം എന്ന് പറയുന്ന പത്രമുണ്ട്, അറബി പത്രമാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്ന പത്രമുണ്ട്. ആ അൽ ഇസ്ലാം എന്ന് പറയുന്ന പത്രം തുടങ്ങുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അത് തിരുവിതാംകൂറിലെ കാര്യത്തിലാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ അറബി പത്രമാണ് അൽ ഇസ്ലാം. ഇതേതാണ്? അൽ അമീൻ. അൽ അമീൻ തുടങ്ങുന്നത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ അല്ലെ. അദ്ദേഹത്തെ സാധാരണഗതിയിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാനെ വിശേഷിപ്പിക്കാറുണ്ട് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ആണ്. അതേസമയം കേരളത്തിലെ ഗോഖലെ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മങ്കട കൃഷ്ണവർമ്മ രാജയാണ് കേരളത്തിലെ ഗോഖലെ എന്നറിയപ്പെടുന്നത്. അതേസമയം കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ആണ്. കോൺഗ്രസിന്റെ വളരെ വലിയ സജീവ പ്രവർത്തകനായിരുന്ന ഒരാളാണ്. ആര്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. നമ്മൾ നേരത്തെ KP കേശവ മേനോനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിന്റെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ KP കേശവ മേനോനാണ്. മാതൃഭൂമി
പത്രത്തിന്റെ സ്ഥാപകൻ, ആദ്യ പത്രാധിപർ. അദ്ദേഹം കേരളത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടും. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. KP കേശവ മേനോന്റെ ആത്മകഥ, അതിന്റെ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം എന്നുള്ളത് KP കേശവ മേനോന്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യാത്രാ വിവരണ ഗ്രന്ഥമുണ്ട്, ബിലാത്തി വിശേഷം. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ഏത് ചോയ്സ് കണ്ടിട്ടുണ്ടാവും. ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചത് ആരും ചോദിച്ചാലും KP കേശവ മേനോനാണ്. അദ്ദേഹം കുറച്ചു കാലം ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്നു. ആ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം കൂടി എഴുതി വെച്ച ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇംഗ്ലണ്ടിലെ വിശേഷങ്ങളാണ് വരുന്നത്. ബിലാത്തി വിശേഷം, ബിലാത്തി വിശേഷം. അതുപോലെ അറിഞ്ഞു വയ്ക്കണം, KP കേശവ മേനോന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നവഭാരത ശില്പികൾ. നവഭാരത ശില്പികൾ, കുറെ മഹാന്മാരുടെ ജീവചരിത്രങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരും ചോദിച്ചാലും KP കേശവ മേനോനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമുണ്ട്, നാം മുന്നോട്ട്. ഏതാണ്? നാം മുന്നോട്ട്. അതുപോലെ യേശുദേവൻ എന്ന് പറയുന്ന രചനയും ആര് നിർവഹിച്ചിട്ടുണ്ട്? KP കേശവ മേനോൻ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പരീക്ഷകൾ അറിയാലോ, ഒരു പുസ്തകമൊന്നും അല്ല ചോദിക്കുന്നത്, 3-4 തരും. ഇതിൽ അല്ലാത്തത് ഏത് എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് KP കേശവ മേനോന്റെ ആത്മകഥ കഴിഞ്ഞ കാലം, അദ്ദേഹത്തിന്റെ യാത്രാ വിവരണ ഗ്രന്ഥം ബിലാത്തി വിശേഷം, നവഭാരത ശില്പികൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവും KP കേശവ മേനോനാണ്. അതിന് പുറമെ നാം മുന്നോട്ട്, യേശുദേവൻ പോലുള്ള കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മലബാറിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീക്കിവെച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.